എൻ്റെ പേര് റഫീഖ്, വടക്കഞ്ചേരി ആലത്തൂരിൽ നിന്നാണ്. നമ്മളൊരു മുസ്ലിം സുഹൃത്തിനോട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ പോയാൽ ഇവിടെ ഇസ്ലാമിൻ്റെ സംഘടന ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, മുജാഹിദുണ്ട്, സുന്നത്ത് ജമാഅത്തുണ്ട്. ഇവരെല്ലാവരും വിശുദ്ധ ഖുർആനും നബിചര്യയും വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ അമുസ്ലിം സുഹൃത്ത് നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ്, ഇവർ മൂന്ന് വഴിക്കാരും പറയുന്നത് ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ടാണ്. ഇതിൽ ഏത് ഞാൻ അംഗീകരിക്കണം? നിങ്ങൾ പറഞ്ഞു തരാം, ഇവരിൽ ആരുടെ കൂടെ പോകണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ അതിന് മറുപടി പറയും? ഇതാണ് എൻ്റെ ചോദ്യം. പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ചോദ്യം, ഒരു അമുസ്ലിമിൻ്റെ ചോദ്യം ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അയാൾ മുജാഹിദ് സുന്നി ജമാഅത്ത് ഇസ്ലാമി ഇതിൽ ആരെ കൂടെ പോകണമെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയുന്നത്? ആ മുസ്ലിമിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്ത് അതിലൊരു തീരുമാനമെടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചൊരു ബോധ്യമാണല്ലോ. എനിക്ക് പറയാനുള്ളത്, ആരും കൂടെ പോയിട്ട് ഒരു കാര്യമില്ലാന്ന്, മറിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും കൂടെ പോകുന്നുവോ എങ്കിൽ രക്ഷയുണ്ടാകും. അപ്പോലും പറയുന്ന ഖുർആനാണല്ലോ, ബലും പറയുന്ന ഖുർആനാണല്ലോ, അല്ലേ? അതാണ് നമുക്ക് ഉള്ള ഉത്തരം. നമ്മൾ കടയിൽ പോയിട്ട് ഒരു സോപ്പ് വാങ്ങണം. എന്താ സോപ്പ്? ഒരുപാട് സോപ്പുണ്ട്. അപ്പോ പലരും പല കമ്പനിന്റെ ആളുകൾ നമ്മളോട് വന്ന് പറയുന്നു, ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട്, ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട്, ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട്, ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട്, ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനെ പല സോപ്പും നന്മണ്ടെന്ന് പറയും. ഞാൻ തൽക്കാലം കുളിക്കണമെന്നില്ല. തീരുമാനിക്കോ നമ്മൾ? എല്ലാവരും സോപ്പിന്റെ വിഷയത്തിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ അന്വേഷണം ഉപയോഗിച്ച് ഏതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നുന്നു അത് വാങ്ങും, അല്ലേ? ഒരേ ഭക്ഷണത്തിന്റെ കാര്യം, ഭൗതികമായ ഏത് കാര്യവും ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ബേജാറാവാറില്ല നമ്മൾ. എന്തിനധികം ഇപ്പോ നമ്മൾ പെണ്ണ് കാണാൻ പോകുന്നു, അല്ലേ? ഒരു പലരും കുടുംബത്തിൽ, ഞാനൊരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കുടുംബത്തിൽ പലരും ഇന്ന പെണ്ണാണ് നല്ലത്, ഇന്ന കുടുംബത്തിൽ ഇന്ന പെണ്ണുണ്ട് അതാണ് നല്ലത്, മറ്റേ പെണ്ണാണ് നല്ലത്. അപ്പൊ ഞാനാകെ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞ് ഞാനെന്താ ചെയ്യാ? ഞാൻ പെണ്ണെന്നെ കിട്ടണില്ല. അങ്ങനെ നമ്മൾ തീരുമാനിക്കാറുണ്ടോ? ഇതല്ല, നമ്മൾ അന്വേഷിക്കും. നമുക്ക് നമ്മുടേതായ മാനദണ്ഡങ്ങളുണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ. ഇത് ഭൗതികമായ ഓരോ കാര്യത്തിലും നമുക്ക് നമ്മുടേതായ മാനദണ്ഡമുണ്ട്. ഇവിടെ മനുഷ്യരുടെ രക്ഷയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നം, അതിൽ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കും. സുന്നി ആവണ്ട, മുജാഹിദ് ആവണ്ട, ജമാഅത്ത് ഇസ്ലാമി ആവണ്ട, ഒന്നും ആവണ്ട. നമ്മൾ ആദ്യം തീരുമാനിക്കുക ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമാണ്. ഇനി നമുക്ക് അടുത്തത്, ആ ഖുർആനും സുന്നത്തും ഇല്ലാത്ത വല്ലതും ആരെങ്കിലും പറഞ്ഞാലോ, ഇല്ല അത് ഞാൻ സ്വീകരിക്കൂല എന്നും തീരുമാനിക്കുക. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക, ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തത് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കുക. അപ്പോ ഖുർആനും സുന്നത്തും എന്ന് പറയുമ്പോൾ പലരും ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചുകൊണ്ട് പലതും പറയുന്നുണ്ടല്ലോ. അവിടെ ഈ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നേർക്ക് നേരെ മതം പഠിപ്പിച്ചു കൊടുത്തൊരു വിഭാഗമുണ്ട്. അവർക്കാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത്. ആ സ്വഹാബിമാർ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എന്ത് മനസ്സിലാക്കി എന്ന് നമ്മൾ അന്വേഷിക്കുക. ഈ പ്രശ്നമുള്ള വിഷയങ്ങളിൽ ആ സഹാബിമാർ മനസ്സിലാക്കിയെടുത്ത് നമ്മൾ നിൽക്കുക, എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. കാരണം സഹാബിമാർ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. അതല്ലാതെ സമസ്തന്റെ പ്രസിഡന്റ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല, കേരളത്തിൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ അമീർ സ്വർഗത്തിലാണെന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞിട്ടുണ്ട് സഹാബിമാർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ പിൻപറ്റാൻ ശ്രമിക്കുക. അവിടെ ഓരോ വിഷയവും നമ്മൾ എടുക്കുക, അഭിപ്രായ വ്യത്യാസമുള്ള. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ, ഒന്ന്, ഒരു ചെറിയ വിഷയം ഞാൻ പറയാം. അതായത് മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ പടച്ച തമ്പുരാനല്ലാത്ത മഹാന്മാരായ ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ. ഇത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. മറ്റൊരു വിഷയം, ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ഇപ്പം അടുത്ത് കഴിഞ്ഞതുമാണല്ലോ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ നബിദിനാഘോഷം, അത് ശരിയോ തെറ്റോ എന്നുള്ള വിഷയം. ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്.
നമ്മൾ ചോദിക്കുക, ഖുർആനിൽ നബിദിനം ആഘോഷിക്കുവാൻ പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരോടും ചോദിക്കുക. ഉണ്ട് എന്നാണെങ്കിൽ ആയത്ത് കാണിച്ചു തരാൻ പറയുക. നിങ്ങൾക്ക് ആയത്തിൽ നിന്ന് എല്ലാവരുടെയും പരിഭാഷയുണ്ട്. ആയത്ത് നിങ്ങളൊന്ന് പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനം കഴിക്കുവാൻ ഈ ആയത്തിൽ നിന്ന് നമുക്ക് തെളിവുണ്ട് എന്ന് മനസ്സിലായാൽ, നിങ്ങൾക്ക് പൂർണ്ണമായി, നിങ്ങൾക്ക് സംശയമില്ലാതെ നിഷ്പക്ഷമായി മനസ്സിലായാൽ നിങ്ങൾ അവിടെ നിൽക്കുക. ഇല്ലെങ്കിലോ നിങ്ങൾ അതിനപ്പുറത്ത് നിൽക്കുക. രണ്ടാമത്തെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു എന്നാണ്. റസൂലുള്ള ചെയ്തു, റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനം ആഘോഷിച്ചു എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അതോടൊപ്പം നിൽക്കുക. ഇല്ല, അത് അനുകൂലിക്കുന്ന പണ്ഡിതന്മാരോട് ചോദിക്കുക, പ്രതികൂലിക്കപ്പെടുന്ന പണ്ഡിതന്മാരോട് ചോദിക്കുക. ഇല്ല എന്നാണെങ്കിൽ അവിടെ നിൽക്കുക. ഇനി ചിലപ്പോ ഈ ആയത്തും ഹദീസും വ്യാഖ്യാനിച്ചിട്ട് നമ്മളാകെ പ്രയാസപ്പെടുത്തിയിട്ട് പറയും, ഇതാ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കഴിക്കാൻ പാടുണ്ട്, അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ല എന്നെല്ലാം. അപ്പൊ നമ്മൾ ചോദിക്കുക, കഴിക്കാൻ പാടുണ്ടെന്നാണെങ്കിൽ ഈ ആയത്തും ഹദീസും അവതരിപ്പിക്കപ്പെട്ടത് സഹാബിമാരുടെ മുന്നിലാണല്ലോ. ആ സഹാബിമാർ ഏതാരെങ്കിലും ഇങ്ങനെ ഒരു മൗലൂദ് കഴിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ അവിടെ നിൽക്കുക. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അത് ഒഴിവാക്കുക. ഇങ്ങനെ നിങ്ങൾ സ്വീകരിച്ചാൽ തീർച്ചയായും നമുക്ക് സ്വഹാബിമാരുടെ മാർഗത്തിലെത്താൻ കഴിയും. അങ്ങനെ മാർഗത്തിലെത്തിയാൽ ചിലപ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പെടും. അപ്പൊ ആ കൂട്ടത്തോടൊപ്പം പോയാൽ മതി. അതല്ലാതെ ഏതെങ്കിലും കൂട്ടത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം സ്വർഗത്തിൽ എത്തിച്ചേരുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയിലാണെങ്കിലും സ്വർഗത്തിൽ എത്തിച്ചേരൂല. അതന്നെയാണ് നമുക്ക് ആ മുസ്ലിമിനോടും പറയാനുള്ളത്. അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് കുറെ കാലമായി ആ മുസ്ലിങ്ങളുമായി ഇത്തരത്തിലുള്ള സംസാരങ്ങൾ മാത്രമല്ല, നേർക്ക് നേരെ തന്നെ സംസാരിക്കുവാൻ അവസരം ഉണ്ടാവുകയും ഇത്തരം പ്രശ്നങ്ങൾ സംസാരിക്കുകയും അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇത് പറഞ്ഞു കൊടുക്കുകയും അത് പൂർണ്ണമായി സംതൃപ്തമായി ഇസ്ലാം അനുസരിച്ച് സഹാബിമാരുടെ മാർഗത്തിലൂടെ നടന്നു പോകുന്ന ഒരുപാട് അമുസ്ലിങ്ങളായിരുന്നവരെ കാണാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ, അതൊരു പ്രശ്നമേ അല്ല. നമ്മൾ ശരിയായാൽ മതി, ആ മുസ്ലിങ്ങൾ ശരിയായിക്കോളും. അവരോട് പറഞ്ഞു കൊടുക്കാൻ നമ്മളടുത്ത് മാർഗമല്ല എന്ന് ബേജാറാവേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കും.